എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമാണ് ചെയ്യാൻ പോകുന്നത്. 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് നമ്മുടെ കോവയ്ക്ക വെച്ചിട്ടാണ്. നമ്മൾ കോവയ്ക്കൊക്കെ നല്ല ഒരു മെഴുക്ക് വരട്ടി രൂപത്തിൽ നല്ല നീളത്തിൽ അധികം കനമില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാവേ. ഇനി നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം വേണം. ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ കോവയ്ക്ക എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ടി കുറച്ചരിയുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോവയ്ക്ക് ഇച്ചിരി കട്ടി കുറച്ച് അരിയുന്നതാണ് നല്ലത്. നല്ലൊരു പലഹാരമായിട്ടോ നമ്മളെ ചോറിൻ്റെയൊക്കെ കൂടെ തന്നെയായിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കൂട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് ചെറിയൊരു കോവയ്ക്കായ്ക്കൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മളിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടത്. അപ്പോൾ അതേ എരിയും വരത്തില്ല, എന്നാൽ ചെറിയൊരു എരിയും വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇതല്ലാവേ നമ്മുടെ എടുത്ത് വെച്ച കോവയ്ക്കയിൽ മുഴുക്കായിട്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുമ്പോൾ തന്നെ അതിനൊരു ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണുമല്ലോ ഈ കോവയ്ക്കായതുകൊണ്ട്. അപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ കടലമാവാണ്. കടലമാവ് നമ്മൾ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇതാദ്യം തന്നെ മുഴുവൻ എടുത്ത് അങ്ങ് മുഴുവൻ ഇടേണ്ട കാര്യമില്ല. കുറേശ്ശെ ആയിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതെല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് മാത്രമുള്ള വെള്ളത്തിൻ്റെ അംശം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമുക്ക് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം. നമ്മുടെ കോവയ്ക്കായ്ക്കും കടലമാവിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ ഇല്ലയോ നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൂടെ അല്ലെങ്കിൽ എങ്ങനെ ആവശ്യമെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ എരിയാണെങ്കിലും നമുക്ക് നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എരിയും ചേർത്ത് കൊടുക്കാവേ. അപ്പം നമുക്ക് കുറേശ്ശെ കൂടെ കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പം ആവശ്യമനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. മുഴുവൻ കൂടെ ഒരുമിച്ച് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കോവയ്ക്കയിലെല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം കടലമാവ്. അപ്പം നമ്മുടെ കോവയ്ക്കെല്ലാം നമ്മൾ റെഡിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മാവും എല്ലാം കൂടെ അങ്ങ് നല്ല കോട്ടായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഇത് നമ്മളിന്ന് ഉണ്ടാക്കുന്നതല്ല, ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്തായിരുന്നു. നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേ ഉപ്പൊരു ശകലം കുറവുണ്ടായിരുന്നു, ശകലം മുളക് പൊടിയും കുറവുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് രണ്ടും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്തായിരുന്നു. അപ്പം ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇതൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കണേ, ഒട്ടിപ്പിടിക്കാത്ത പോലെ. എണ്ണ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാവണ്ട, ഒരു മീഡിയം ലെവലിൽ മാത്രം എണ്ണ ആയാൽ മതി. എന്നിട്ട് നമ്മളിത് മീഡിയം തീയിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഭയങ്കരമായിട്ട് അങ്ങ് തീ ആയി കഴിഞ്ഞാലേ ഇതങ്ങ് പെട്ടെന്ന് ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ അങ്ങ് കരിഞ്ഞ് അതങ്ങ് ശരിയാവത്തില്ല, അകമൊന്നും വേഗമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ തീ വെച്ചിട്ട് തന്നെ നമുക്കിത് ഒന്ന് വെന്തെടുക്കണം. നമ്മൾ ആദ്യം കോവയ്ക്ക എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ പതിയെ ഇത് വെന്തെടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. എന്നാലേ ഉള്ളത് നല്ല അകത്ത് നല്ലതായിട്ട് വേഗം ചെയ്യും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കാവേ. അപ്പം നമ്മൾ ഈ ഒരു പരുവാകുമ്പോഴാണ് കോരിയെടുക്കുന്നത്.
നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ ആണെങ്കിൽ കിട്ടും. നല്ല പല പല ഷേപ്പുകളൊക്കെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന കാര്യം. അത് കൂട്ടി മുട്ടിയാലും നല്ല ഷേപ്പ് കിട്ടും, ഇല്ലെങ്കിലും നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. നല്ലൊരു 4 മണി പലഹാരമാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് സോസും കൂടെ ഒക്കെ കൂട്ടി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കഴിക്കാം. അല്ലാതെ സോസ് ഒന്നും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സോസ് കൂട്ടാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിത് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വറുത്തെടുക്കാവേ. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഏതായാലും എല്ലാ പ്രാവശ്യം കോവയ്ക്കൊക്കെ മേടിച്ചിട്ട് മെഴുക്കുവരട്ടിയും തോരനൊക്കെ അല്ലേ വെക്കുന്നത്, അല്ലെ കറി വെക്കും ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി മേടിക്കുമ്പം ഇതുപോലൊരു 4 മണി പലഹാരം ഒന്ന് തയ്യാറാക്കി നോക്കാം. അത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ മെഴുക്ക് വരട്ടി പോലൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്ക് സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്കയുടെ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്ത്. വളരെ വേഗം തന്നെ തയ്യാറാക്കാനും പറ്റും. എത്രമാത്രം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സാധനം എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ടൈം എടുക്കും, അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ഇതിൻ്റെ കൂട്ടൊക്കെ തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. മാത്രമല്ല കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്കും ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് തയ്യാറാക്കി നോക്കുക കൂടെ ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കാൻ മറക്കരുത്. എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഓൺ ചെയ്താലേ നമ്മൾ പിന്നെ എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.